നല്ലൊരു ലേസി സൺഡേ ആയിരുന്നു. രാവിലെ തന്നെ നമ്മുടെ മലയാള മനോരമയുടെ ഹോർത്തൂസ് നടക്കുന്ന സുഭാഷ് പാർക്കിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ എണീറ്റപ്പോൾ തന്നെ 11 മണിയായി. ഒരു പരിപാടി നടന്നില്ല. പക്ഷെ വൈകുന്നേരം എന്തായാലും പോയി കുളുന്ന മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഒന്നും മിണ്ടാത്ത റൂമിൽ ഇരുന്നവളെ പിരികേറ്റി ഉന്തിത്തള്ളി ഞാൻ സുഭാഷ് പാർക്ക് വരെ എത്തിച്ചു. ഇവിടെയാണ് നമ്മുടെ മലയാള മനോരമയുടെ ഹോർത്തൂസിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഒന്ന് പോയി കണ്ടു കളയാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ അവരുടെ ഇവൻറ്റ് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ ബുക്ക്ലെറ്റൊക്കെ തരാനായിട്ട് ആളിരിപ്പുണ്ട്. എൻ്റെ കൂടെ വന്ന ആൾ നല്ല ലേസി ആയതുകൊണ്ടും ആൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാഞ്ഞുകൊണ്ടും ഞാനിങ്ങനെ നിർബന്ധിച്ച് വാ 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 എന്ന് പറഞ്ഞ് പിടിച്ചോരിടത്തേക്ക് കൊണ്ടക്കേറ്റായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എത്തപ്പെട്ട സ്ഥലം പുസ്തകശാലയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് വെറുതെ കണ്ട് വീഡിയോ എടുത്ത് തിരിച്ച് വന്നു എന്നല്ലാതെ ഒരു ബുക്ക് പോലും വാങ്ങിയില്ല. ഇത് കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ നമുക്കൊരു പത്രവും നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ, നമ്മുടെ 90s എവർഗ്രീൻ നൊസ്റ്റാൾജിയായ ബാലരമയും കയ്യിൽ തരും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൊച്ചിക്കായലിൻ്റെ ഒരു സൂപ്പർ സൺസെറ്റ് കണ്ടിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ട്രിവാൻഡ്രത്തെ ബോളിയും പായസം കഴിക്കണം. നടന്ന് വരുമ്പോൾ അതാ പാൽപ്പായസവും ബോളി ട്രിവാൻഡ്രം സ്പെഷ്യൽ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്ത കാര്യമാണ് ബോളി. എന്നാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ബോളിയൊക്കെ വാങ്ങിച്ചു. 60 രൂപയായിരുന്നു പായസവും ബോളിയും കൂടെ. കഴിച്ചു നോക്കി. ആസ് യൂഷ്വൽ എനിക്ക് ബോളിയോട് വലിയ താല്പര്യമൊന്നുമില്ല. സോറി ട്രിവാൻഡ്രംകാരനോട് ക്ഷമിക്കണം. അത് അവിടെ കുറച്ച് നേരം ഒന്ന് ബോളിയൊക്കെ കഴിച്ച് കാശൊക്കെ കണ്ടിരുന്നപ്പോൾ നമ്മുടെ കുറച്ച് പഴയ കൂട്ടുകാരൊക്കെ കണ്ടു. അവരോട് കുറച്ച് നേരം സംസാരിച്ചു. ദെൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നു. ഇവിടെ എന്തൊക്കെയോ കുറേ സെഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഇവിടെ വരുമ്പോൾ കുറച്ച് ബുക്ക് മാർക്സും പ്ലാനേഴ്സൊക്കെ ആയിട്ടൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇത് ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. പെർ പീസിന് 40 റുപ്പീസിനാണ് ഇവിടെ ബുക്ക് മാർക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ 1-2 ബുക്ക് മാർക്സൊക്കെ നോക്കി. പിന്നെ ഞാൻ ഒറ്റയിരുപ്പിന് ബുക്കൊക്കെ വായിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ബുക്ക് മാർക്സിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് തോന്നിയുകൊണ്ട് അവിടെ വെച്ചിട്ട് അതേപോലെ തിരിച്ചു വന്നു. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ കിട്ടും. നമ്മൾ ചെന്ന് എത്തി നോക്കുമ്പോൾ ശരിയാണ്. പാട്ടും ബഹളവും ആളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്ക് എന്തായാലും പോയി വെക്കുള്ളൂ എന്ന് പറഞ്ഞ് ബഹളമാണ്. എന്നിട്ടും ഞാൻ നിർബന്ധിച്ച് അവിടെ പോവാം ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ മനോരമക്കാരുടെ തന്നെ ഒരു സെഷനിൽ അവരിങ്ങനെ ഓരോ സിനിമയുടെ ഹിൻഡ് തന്നിട്ട് നമ്മൾ ഏത് സിനിമയാണെന്ന് പറയുന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. ഫോർച്ചുനേറ്റ്ലി